ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് കേട്ടോ. എപ്പോഴും ഞാൻ വാൾ പേപ്പറല്ലേ വാങ്ങിച്ച് ഭിത്തിയിൽ ഡിസൈന് വേണ്ടി ഒട്ടിക്കാറുള്ളത്. ഇത്തവണ ഞാൻ വോളിൻ്റെ 3D ബ്രിക്കിൻ്റെ ഷീറ്റ്, അതായത് നമ്മുടെ കട്ട കണക്ക് തന്നെ ഇരിക്കും. പക്ഷേ ഇതൊരു ഷീറ്റ് കണക്കാണ്, നല്ല പശയൊക്കെ ഉള്ളൊരു ഷീറ്റാണ് കേട്ടോ. ഈ ഷീറ്റാണ്. ഇത് മൊത്തം 5 ഷീറ്റ് ഉണ്ടായിരുന്നു, നല്ല വലിപ്പമുണ്ട്. ഞാനും അച്ചൂസും കൂടെ ആണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പം ഇതിൻ്റെ വില വരുന്നത് 339 രൂപയാണെന്നാണ് കാണിക്കുന്നത്. പക്ഷെ 315 അത്രയത്തിനുമാണ്. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് വാങ്ങിക്കാനായിട്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ചെറിയ പീസെന്ന് പറഞ്ഞാൽ ഏകദേശം വലിപ്പമുണ്ട്. അപ്പം നമുക്കത് അങ്ങനത്തെ പീസായതുകൊണ്ട്, മറ്റേ വാൾ പേപ്പർ എന്ന് പറയുന്നത് റോളായതുകൊണ്ട് നമുക്കതും കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ മൊത്തം ഷീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ പീസായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഒട്ടിക്കാനും പറ്റും. നല്ല കട്ടിയാണ്, നന്നായിട്ട് പശയുണ്ട്, അതുകൊണ്ട് അത് ഒട്ടിയിരുന്നോളും. ഒട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് ഒട്ടിച്ചില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള സാധനമാണ്. നമ്മൾ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ഭിത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ഒരു ഇത് അറിയത്തുമില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഒട്ടിച്ചിട്ടുള്ള റിസൾട്ട് കാണിക്കാം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുപോലെ ഇവിടെ ഭിത്തി പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭിത്തി പൊട്ടിയെന്നല്ല പറയുന്നത്, അവിടെ പെയിൻറ്റിൻ്റെ എന്തൊക്കെ അടന്നു പോയത് കണക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ച് ഒട്ടിച്ചത്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഭിത്തിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുണ്ടായിരുന്നു. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും ഞാൻ കാണിക്കാം. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ജസ്റ്റ് ഒന്നൊരു ലൈക്ക് ഇടുകയോ അല്ലെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ലൈക്ക് ഇടാൻ പോലും മടിയുള്ള കുറേ പേരുണ്ട്. അവരോടുള്ള ഒരു ചെറിയൊരു റിക്വസ്റ്റാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഞങ്ങൾ ആ ബാലൻസ് വന്ന പേപ്പർ ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. സൈഡിലായിട്ടൊക്കെ കൈ നമ്മൾ പിടിച്ച് അഴുക്കാകാൻ ചാൻസുള്ള സ്ഥലത്തൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ.